നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് റിയാദ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, 8:30 പുറപ്പെടേണ്ട വിമാനമായിരുന്നു. ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാർക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ്? പ്രവിധ യാതൊരു വിധത്തിലുള്ള മറുപടിയും സൗകര്യങ്ങളും അധികൃതർ നൽകുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഈ യാത്രക്കാരുടെ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നത്. 8:20 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. റിയാദിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. 9 മണി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം അധികൃതർ ഈ യാത്രക്കാരോട് പറയുന്നത്. തുടർന്ന് വിമാനത്തിൽ നിന്ന് ഇവരെ പുറത്തിറക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷവും മറ്റ് യാതൊരു വിധത്തിലുള്ള മറുപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും യാത്രക്കാർ പറയുന്നു. എപ്പോഴാണ് വിമാനം വിമാനം എപ്പോഴാണ് യാത്ര ആരംഭിക്കുക എന്നടക്കമുള്ള യാതൊരു വിവരങ്ങളും അധികൃതർ നൽകിയിരുന്നില്ല. പിന്നാലെ ഈ യാത്രക്കാർ ഈ വിമാനത്താവളത്തിൽ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. ഇപ്പോഴും ആ ഒരു പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ഈ വിമാനം ഇനി യാത്ര തിരിക്കുക എന്നടക്കമുള്ള വിവരങ്ങൾ അധികൃതർ പങ്കുവെക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ യാത്രക്കാരുടെ ആവശ്യം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റിലെ അബ്ബാസിയയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് ഏറ്റുവാങ്ങി. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. വെള്ളിയാഴ്ച രാത്രിയാണ് 4-അംഗ കുടുംബം അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കുവൈറ്റിലെത്തിയത്. 2 ദിവസങ്ങൾക്കിപ്പുറം നിശ്ചലമായി നാട്ടിലേക്ക് മടക്കം. മരിച്ച 4 പേരുടെയും മൃതദേഹം രാവിലെ 10 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ 4 ആംബുലൻസുകളിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക്. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിരുന്ന മാത്യൂസ് വർഗീസിനെയും കുടുംബത്തെയും അവസാനമായി കാണാൻ ആശുപത്രിയിലേക്കും വൻ ജനപ്രവാഹമായിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച നാട്ടിലെത്തിക്കും. ആലപ്പുഴ തലവടിയിലെ മർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലായിരിക്കും 4 പേർക്കും അന്ത്യവിശ്രമം. 10 വർഷമായി കുവൈറ്റിലുള്ള മാത്യൂസ് വർഗീസ് റോയിട്ടേഴ്സ് ടെക്നിക്കൽ വിഭാഗം ജീവനക്കാരനാണ്. ഭാര്യ ലിനി കുവൈറ്റ് മന്ത്രാലയത്തിന്റെ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. മക്കളായ ഐറിനും ഐസക്കും കുവൈറ്റിൽ തന്നെ പഠിക്കുകയാണ്. 24 പത്തനംതിട്ട. കുവൈറ്റിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വിവിധ വിഭാഗങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സാലിം അൽ നവാഫ് അറിയിച്ചു. ഇതിനായി വിവിധ സർക്കാർ സ്വകാര്യ ഏജൻസികൾ തമ്മിലുള്ള സഹകരണവും ഏകോപനവും ശക്തിപ്പെടുത്തും. ട്രാഫിക് മന്ത്രാലയ പ്രതിനിധികൾ പങ്കെടുത്ത സുപ്രീം ട്രാഫിക് കൌൺസിലിന്റെ 21ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഷെയ്ഖ് സാലിം. ദുബായിൽ അനുവദനീയമായതിലും അധികം ഭാരം കയറ്റിപ്പോകുന്ന ട്രക്കുകൾക്ക് ഇനി പിടിവീഴും. ഇത്തരം ട്രക്കുകളെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കിയതായി ദുബായ് RTA അറിയിച്ചു. ദുബായ് പോലീസുമായി ചേർന്നാണ് പരിശോധന. രാജ്യത്ത് ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നടപടി. ദുബായ് പോലീസുമായി ചേർന്നാണ് RTA പരിശോധനകൾ കർശനമാക്കിയത്. അമിതഭാരം കയറ്റിപ്പോകുന്ന ട്രക്കുകൾ കണ്ടെത്താൻ ട്രക്ക് ഗതാഗതം കൂടുതലുള്ള ദുബായ് അലൈൻ റോഡ്, എമിറേറ്റ്സ് റോഡ്, അൽ മക്തൂം ഇന്റർനാഷണൽ റോഡ്, റാസൽ ഖോർ റോഡ്, മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അൽ ഖൈൽ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുക. ഇങ്ങനെ യാത്ര നടത്തുന്നത് സ്വന്തം ജീവനും അതോടൊപ്പം റോഡിലെ മറ്റു യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും RTA വ്യക്തമാക്കി. അതോടൊപ്പം കൃത്യമായ ലൈസൻസ് ഇല്ലാതെ അപകടകരമായ വസ്തുക്കൾ ട്രക്കുകളിൽ കയറ്റരുതെന്നും ഡ്രൈവർമാർക്ക് RTA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ദുബായ്. കൂടുതൽ ബസ്സുകൾ വാങ്ങാൻ കരാറിലേർപ്പെട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 40 ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ 600-ലേറെ ബസ്സുകൾ വാങ്ങാൻ 110 കോടി ദിർഹത്തിന്റെ കരാറിലാണ് RTA ഒപ്പിട്ടത്. കൂടാതെ 70 എണ്ണം ഇരുനില ബസ്സുകളാകും. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്ന വിധത്തിലാണ് പൊതുഗതാഗത സംവിധാനത്തിലെ മാറ്റങ്ങൾ. ഡ്രൈവറുടെ പെരുമാറ്റം, യാത്രക്കാരുടെ എണ്ണം, ആകെ വരുമാനം തുടങ്ങിയവ നിരീക്ഷിക്കുന്ന സാങ്കേതിക സംവിധാനം ബസ്സിലുണ്ടാകും. 2030 പൊതുഗതാഗത സംവിധാനത്തിലെ സൗകര്യങ്ങൾ നിലവിലുള്ളതിനേക്കാൾ 25% വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം.
ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ യുഎഇയിൽ തെരുവിൽ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുത്ത യുഎഇ 3 പേർക്ക് ജീവപര്യന്തവും 54 പേർക്ക് 10 വർഷത്തിലേറെ തടവ് ശിക്ഷയും വിധിച്ചു. ശിക്ഷാ കാലയളവിന് ശേഷം ഇവരെ നാടുകടത്തും. ബംഗ്ലാദേശിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെള്ളിയാഴ്ചയാണ് ഒരു സംഘം ബംഗ്ലാദേശി പ്രവാസികൾ യുഎഇയിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. സംഭവത്തിൽ 57 ബംഗ്ലാദേശ് പൗരന്മാർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അബുദാബി ഫെഡറൽ അപ്പീൽ കോടതിയാണ് ഇവർക്കുള്ള ശിക്ഷ വിധിച്ചത്. 3 പേർക്ക് ജീവപര്യന്തം തടവും 53 പേർക്ക് 10 വർഷം തടവും ഒരാൾക്ക് 11 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷാ കാലയളവിന് ശേഷം ഇവരെ നാടുകടത്തും. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ ഉപകരണങ്ങളും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. നേരത്തെ പ്രകടനം നടന്നയുടൻ പോലീസ് സ്ഥലത്തെത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്ന് സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്താനും അറസ്റ്റിലായവരെ വിചാരണയ്ക്ക് കൈമാറാനും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസമാണ് കർശന നിർദ്ദേശം നൽകിയത്. 24 ദുബായ്. സൗദിയിലെ OICC ദക്ഷിണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ഹയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അബ്ഹ OICC പ്രസിഡന്റ് വിലാസ് മാത്യു, ഗ്ലോബൽ കമ്മിറ്റി അംഗം സലീം കരുപ്പന്നട, ജലീഷ് മിഷാൽ, സാലിം മല്ലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി പ്രകാശൻ നാദാപുരം അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്റ്റേഷനറി, ഹോൾസെയിൽ, റീറ്റെയിൽ രംഗത്ത് സൗദിയിലെ പ്രമുഖ സ്ഥാപനമായ മാസ്കോ റിയാദിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. 100 കണക്കിന് വിതരണക്കാരും ഉപഭോക്താക്കളും പങ്കെടുത്തു. ഓഫീസ് സ്റ്റേഷനറി, സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് നജ്മത്തുൽ മൻഹൽ ട്രേഡിംഗ് കമ്പനി റിയാദിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. ഈ രംഗത്തെ 100 കണക്കിന് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിതരണക്കാർ പ്രദർശനത്തിനെത്തി. ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിന്റെ കൂടി ഭാഗമായി സംഘടിപ്പിച്ച എക്സിബിഷനിൽ ആകർഷകമായ വിലക്കിഴിവുകളും ഉണ്ടായിരുന്നു. കമ്പനിയുടെ സ്വന്തം ഉൽപ്പന്നമായ മാസ്കോയ്ക്ക് പുറമെ പ്രശസ്ത അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സൗദിയിലെ വിതരണക്കാരാണ് നജ്മത്തുൽ മൻഹൽ കമ്പനി. കങ്കാരു, ഫ്ലയർ, ഡോംസ്, കൊഡാക്, യൂനിമാക്സി തുടങ്ങിയ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ടായിരുന്നു. ജിദ്ദയ്ക്ക് പിന്നാലെ റിയാദിലെ പ്രദർശനവും വൻ വിജയമായിരുന്നുവെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളായ അലി തോണിക്കടവത്ത്, അനീസ് അലി തുടങ്ങിയവർ പറഞ്ഞു. നജ്മത്തുൽ മൻഹൽ സ്റ്റേഷനറി സൗദി അറേബ്യയിലെ ഡോംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സോൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇത് കുട്ടികളുടെ കളർ പെൻസില്, ക്രയോൺസ്, വാട്ടർ കളറ് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു പോകുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റാപ്ലർ, പഞ്ച്, കങ്കാരു എന്ന് പറഞ്ഞ ബ്രാൻഡ് സൗദി അറേബ്യയിൽ 10 കൊല്ലമായിട്ട് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ. അറാംകോ പോലത്തെ എല്ലാ കമ്പനികളും സൗദി അറേബ്യയിൽ കങ്കാരു ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളടുത്ത് സൗദിയിൽ ഡോംസ്, കങ്കാരു, കൊഡാക്ക്, ഫ്ലയർ, യൂനിമാക്സി ബ്രാൻഡുകളുടെ സൗദിയിലെ ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ. അതുപോലെ തന്നെ മാസ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും കൂടെ സൗദിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ഡീല് ചെയ്യുന്ന എല്ലാ റീറ്റെയിൽ ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും അവരുടെ എല്ലാ പ്രതിനിധികൾക്കും ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. സൗദിയുടെ എല്ലാ ഭാഗത്തും ഒമാനിലും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിലും ഉടൻ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. 24 റിയാദ്. അമേരിക്കയിൽ കലാരംഗത്ത് നിറസാന്നിധ്യമായ ന്യൂജേഴ്സിയിലെ ഫൈൻ ആർട്സ് ക്ലബ് മലയാളം ക്ലബ് 23 വർഷം പൂർത്തീകരിച്ചു. രക്ഷാധികാരിയായി PT ചാക്കോയും ചെയർമാനായി ജോർജ് തുമ്പയിലും തുടരും. പുതിയ പ്രസിഡന്റായി ജോൺ സക്കറിയ, സെക്രട്ടറിയായി റോയ് മാത്യു, ട്രഷററായി എഡിസൺ എബ്രഹാം എന്നിവരെ തെരഞ്ഞെടുത്തു. സംഘടനയുടെ ഏറ്റവും പുതിയ നാടകം ബോധിവൃക്ഷ തണലിൽ നവംബർ 2 അരങ്ങേറും. ടീനക്കിലെ റാഫ്റ്റ് റോഡിലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിഡിൽ സ്കൂളിലാണ് നടക്കുക. നൈജീരിയയിൽ ഇന്ത്യൻ അയ്യപ്പ ഭക്തമണ്ഡൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 21ാമത് അയ്യപ്പ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം സംഘടിപ്പിച്ചു. 9 ദിവസങ്ങളിലായി നീണ്ടുനിന്ന പരിപാടിയിൽ ഭഗവതി സേവയും വിശേഷാൽ പൂജകളും നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളത്തും ഉത്സവത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. 7ാം ദിവസവും പ്രതീക്ഷകൾ അസ്തമിച്ച് ഷിരൂർ രക്ഷാദൌത്യം അവസാനിപ്പിച്ചു. കരയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ വാഹനം കണ്ടെത്താൻ കഴിയാതിരുന്നതോടെയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വിഫലമായത്. ഇതോടെ ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുകയാണ്. നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ഷിരൂരിൽ അപകടം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ISRO ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. രാവിലെ 6 മണിയോടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങാനായിരുന്നു ആർമി NDRF സംയുക്ത യോഗത്തിലെ തീരുമാനം. ഗംഗാവലി പുഴയ്ക്ക് മീതെ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയും കാറ്റും പദ്ധതിയുടെ താളം തെറ്റിച്ചു. 7:20ഓടെ NDRF സംഘം അപകടസ്ഥലത്തേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ ഇടവിട്ട് ശക്തമായ മഴ. മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള ആർമി സംഘം സംഭവസ്ഥലത്തേക്ക്. മണ്ണിനു മേലെയുള്ള വലിയ പാറകൾ നീക്കാൻ ഡ്രില്ലിംഗ് ആരംഭിച്ചു.
റേഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 8 മീറ്റർ താഴ്ചയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രതീക്ഷ. മണ്ണ് നീക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചവരെ റഡാർ വരും എന്നാണ് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വന്ന ശേഷം ഇത് എവിടെയുണ്ടെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. ഈ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി ഏതറ്റവും പോകാൻ തയ്യാറാണ്. ഉച്ചയോടെ കരയിലെ മൺകൂനയ്ക്കടിയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരണം. നാവികസേനയുടെ കൂടുതൽ സംഘം ഗംഗാവലി പുഴയിലേക്ക്. 2 കിലോമീറ്ററോളം ദൂരം പഴുതടച്ച പരിശോധന. ഇതിനിടെ മണ്ണിനടിയിൽ അകപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി പുഴയിൽ പൊങ്ങി. നദിക്കരയിലെ മണ്ണ് മൂടിയ വയൽ പ്രദേശത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീണ്ടും പ്രതീക്ഷ. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മലയാളി സംഘത്തെ കർണാടക പോലീസ് തടഞ്ഞു. രഞ്ജിത്ത് ഇസ്രയേലിന് പോലീസ് മർദ്ദനം. തുടർന്ന് മലയാളി സംഘത്തിലെ 25 പേർക്ക് തെരച്ചിലിന് അനുമതി നൽകി ഉത്തരകന്നഡ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പുഴയോരത്ത് മണ്ണ് നീക്കുന്നതിനിടെ രക്ഷാപ്രവർത്തന സംഘത്തെ പ്രതിരോധത്തിലാക്കി വീണ്ടും ശക്തമായ മഴ. അപകടം നടക്കുന്നതിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയെന്ന് ISRO അറിയിച്ചു. പുഴയിൽ തെരച്ചിൽ തുടരാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. ടീം 24 ഷിരൂർ. മകനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മാതാവ് ഷീല. ലോറി കരയിൽ ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായി സംശയിക്കുന്നു. സൈന്യത്തിന്റെ തിരച്ചിൽ കാര്യക്ഷമമായില്ല. ജീവന് വിലയില്ലേ എന്നും വേദനയോടെ ആ അമ്മ ചോദിക്കുന്നു. സൈന്യം എത്തിയതോടെ 7ാം ദിവസത്തെ തെരച്ചിലിനെ വലിയ പ്രതീക്ഷയോടെയാണ് അർജുന്റെ കുടുംബം കണ്ടിരുന്നത്. എന്നാൽ നേരം വൈകുമ്പോൾ ആ പ്രതീക്ഷയും നഷ്ടമായി. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അർജുന്റെ അമ്മ ഷീല. എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല. സൈന്യത്തിന് വേണ്ട നിർദ്ദേശം നൽകില്ലെന്നും ഒരു ഉപകരണവുമില്ലാതെ കൊണ്ടുവന്ന് കോമാളിയാക്കിയെന്നും ഷീല. ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്നും ഇതിന് കാത്തുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. നിലവിലെ രക്ഷാദൗത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിലും അർജുൻ തിരിച്ചുവരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ് കുടുംബം. 24 കോഴിക്കോട്. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും കൂറ്റൻ മരങ്ങൾ കടപുഴകി. നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. തൃശൂർ കാഞ്ഞാണിയിൽ മിന്നൽ ചുഴലി നാശം വിതച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ കാറ്റോട് കൂടിയ മഴ ആരംഭിച്ചത്. ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. തിരുനാവായ സൗത്ത് വെല്ലാർ സ്വദേശി അഴക്കുറ്റിപ്പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. കൃഷിപ്പണിക്കിടെ തെങ്ങ് ശരീരത്തിൽ വീണായിരുന്നു മരണം. തിരൂർ കൂട്ടായിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് നടുക്കടലിൽ അകപ്പെട്ടു. 50 പേർ ഉണ്ടായിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മീൻ കുരുങ്ങിയ വല കടലിൽ ഉപേക്ഷിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. കോട്ടക്കൽ പെരിന്തൽമണ്ണ റോട്ടിൽ വലിയ പറമ്പിൽ കൂറ്റൻ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. തയ്യിൽ കുഞ്ഞിൻ എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വൻ അപായം ഒഴിവായി. എടയൂർ പൂക്കാട്ടരി അധികാരപ്പടിയിൽ ഓടുന്ന സ്കൂട്ടറിന്റെ മേൽ പോസ്റ്റ് ഇടിഞ്ഞു വീണു. യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മഞ്ചേരി മേലക്കം കാളികാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം തെങ്ങ് വീടിന് മുകളിൽ കടപുഴകി വീണു. ഗീതയുടെ വീട്ടിലേക്കാണ് തെങ്ങ് വീണത്. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് 2 മരങ്ങൾ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു. വാണിയമ്പലത്ത് നിർത്തിയിട്ട സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കൊണ്ടോട്ടിയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര താഴേക്ക് പതിച്ചു. തലനാരിഴയ്ക്ക് വാഹനയാത്രക്കാരൻ രക്ഷപ്പെട്ടു. ചങ്ങനംകുളം തച്ചുപറമ്പിൽ കൂറ്റൻ മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണു. പരിയാപുരത്തും തിരൂർ അരിക്കാഞ്ചിറയിലും മരം കടപുഴകി വീണു. കാറ്റിൽ തിരൂർ പോളിടെക്നിക് കോളേജിലെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. തൃശൂർ കാഞ്ഞാണിയിൽ മിന്നൽ ചുഴലിയിൽ തെങ്ങിൻ പട്ട വന്നിടിച്ച് യാത്രക്കാരുമായി പോയിരുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് കാലിലും കൈയിലും പരിക്കേറ്റു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കുന്നംകുളത്തും എരുമപ്പെട്ടിയിലും മിന്നൽ ചുഴിയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. വയനാട് പുൽപ്പള്ളി ചീയമ്പം 73 കോളനിയിൽ മരം വീണ് വീട് തകർന്നു. കഴിഞ്ഞ ദിവസം പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച സുധന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന്റെ അടുക്കളയുടെ മുകളിലേക്കാണ് വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന മുഴുവന്നൂർ പുളിന്താനം പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാനായില്ല. യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിന്മാറുകയായിരുന്നു. വിധി നടപ്പാക്കാത്തതിൽ സർക്കാരിനെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയും പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ബാഗെ പള്ളിയും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസിന്റെ ശ്രമം യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നും പരാജയപ്പെട്ടു. സമവായ ചർച്ചകൾക്ക് വഴങ്ങാതെ വന്നതോടെ പള്ളികളുടെ ഗേറ്റിന്റെ പൂട്ടറുത്തു മാറ്റി അകത്തു കടക്കാനുള്ള പോലീസിന്റെ ശ്രമവും വിശ്വാസികൾ തടഞ്ഞു. കോടതി വിധി നടപ്പാക്കാത്തതിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നു. സർക്കാർ ഒത്താശയോടെയുള്ള നാടകമാണ് നടക്കുന്നതെന്ന് മാധ്യമ വിഭാഗം പ്രസിഡന്റ് യുഹനാൻ മാർ ദിയോസ്കോറസ് വിമർശിച്ചു. പോലീസ് വന്ന് നിന്നതിന് ശേഷം പള്ളിയകത്ത് ആളിനെ കയറ്റിയിട്ട് പിന്നെ അവരെ ഇറക്കി വിടുന്ന അതിന് നാടകം നല്ലോ പറയണ്ടത്. അതിന് വേറെ എന്തെങ്കിലും ഒരു പേരാണ് പറയേണ്ടത്. എനിക്കറിയാൻ മേലത് ഏത് പേരിട്ട് വിളിക്കണമെന്ന്. ഈ മാസം 25-ന് കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ വിധി നടപ്പിലാക്കി റിപ്പോർട്ട് നൽകാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. 24 തൊടുപുഴ. സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ ചേരുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് കേന്ദ്ര സർക്കാർ നീക്കി. 1966 മുതൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് നീക്കിയത്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ചിലർ ഇനി ട്രൗസറിൽ വരുമെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് മോദി സർക്കാർ പിൻവലിച്ചുവെന്ന പോസ്റ്റ് അമിത് മാളവ്യ നീക്കം ചെയ്തു. 1966 സർക്കാർ ജീവനക്കാർ RSSൽ പ്രവർത്തിക്കുന്നത് വിലക്കി ഉത്തരവ് നിലവിൽ വന്നത്. ഈ വിലക്കാണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് ജൂലൈ 9-ന് മറ്റൊരു ഉത്തരവിലൂടെ നീക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിനു പിന്നാലെയാണ് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത്. മോദിക്കെതിരായ RSS വിമർശനം ആത്മാർത്ഥതയോടെയാണെന്ന് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് ആത്മാർത്ഥമായ വിമർശനമാണോ അതല്ല ഇത് വരുന്ന എതിർപ്പുകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമമാണോ? ഇതൊക്കെ കണ്ടറിയണം. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകേണ്ടത് ഈ രാജ്യം ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന സമയത്തല്ലായിരുന്നോ ഈ വിമർശനങ്ങൾ ഉണ്ടാവേണ്ടത്? വാജ്പേയി സർക്കാരിന്റെ കാലത്ത് മാറ്റാത്ത വിലക്കാണ് മോദി സർക്കാർ നീക്കിയതെന്നും RSSും മോദിയും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെയാണ് അനുനയ ശ്രമങ്ങൾ തുടങ്ങിയതെന്നും കോൺഗ്രസ് വിമർശിച്ചു. BJPയുടെ സ്വാർത്ഥ താൽപര്യമാണ് ഉത്തരവിൽ പ്രകടമാകുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചു. മഹാത്മാഗാന്ധി വധത്തിനു പിന്നാലെയാണ് RSSനെ 1948-ൽ നിരോധിച്ചത്. നല്ല പെരുമാറ്റത്തോടെ പ്രവർത്തിക്കാമെന്ന ഉറപ്പിലാണ് നിരോധനം പിന്നീട് പിൻവലിച്ചത്. 24 ഡൽഹി. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയം. തൃശൂർ സ്വദേശിയായ 13-കാരി അനുഷ്കയിൽ കൊല്ലം സ്വദേശി ഡാലിയയുടെ ഹൃദയം മിടിച്ചു തുടങ്ങി. ഡോക്ടർ ബൈജുധരൻ, ഡോക്ടർ S ഹരികൃഷ്ണൻ, ഡോക്ടർ സൗമ്യ രമണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു 5 മണിക്കൂർ നീണ്ട ഹൃദയമാറ്റ ശസ്ത്രക്രിയ. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപിക ഡാലിയയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ. തീരാവേദനയിലും ഹൃദയം ഉൾപ്പെടെ 5 അവയവങ്ങൾ ദാനം ചെയ്യാൻ ഡാലിയയുടെ ബന്ധുക്കൾ സമ്മതമറിയിച്ചു. 2 മാസമായി തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു തൃശൂർ സ്വദേശിയായ 13-കാരി അനുഷ്ക. ഹൃദയം മാറ്റിവെക്കുക മാത്രമായിരുന്നു പോംവഴി എന്നതിനാൽ കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു അനുഷ്കയും കുടുംബവും. ഡാലിയയുടെ ഹൃദയം അനുഷ്കയ്ക്ക് ചേരുമെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ നടപടികൾ വേഗത്തിലാക്കി കേസ് ഓട്ടോ. ഇന്ന് രാവിലെ 11:30-ഓടെ കിംസിൽ നിന്ന് ഹൃദയം വേർപെടുത്തി മിനിറ്റുകൾക്കുള്ളിൽ ശ്രീചിത്രയിലെത്തിച്ചു. പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ബൈജുധരൻ, കാർഡിയോ വിഭാഗം മേധാവി ഡോക്ടർ S ഹരികൃഷ്ണൻ, ഡോക്ടർ സൗമ്യ രമണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ഹൃദയം മാറ്റിവെച്ചു. ഡാലിയയുടെ ഹൃദയം 13-കാരി അനുഷ്കയിൽ മിടിച്ചു തുടങ്ങി. ശസ്ത്രക്രിയ പൂർണ്ണ വിജയമെന്ന് ശ്രീചിത്ര അധികൃതർ വ്യക്തമാക്കിയതോടെ നേട്ടം നാഴികക്കല്ലായി. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയമായത് പൊതുജനാരോഗ്യ രംഗത്തെ വലിയ കുതിച്ചുചാട്ടമായി വിലയിരുത്തുന്നു. ഹൃദയത്തിനു പുറമെ ഡാലിയയുടെ 2 വൃക്കകളും കരളും കണ്ണുകളും
6 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിൽ ആയിരിക്കും അവസാന ടൂർണമെന്റെന്ന് സമൂഹമാധ്യമമായ എക്സിൽ മലയാളി ഗോൾ കീപ്പർ കുറിച്ചു. വിരമിച്ച ശേഷം ശ്രീജേഷ് ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകൻ ആകുമെന്നാണ് റിപ്പോർട്ട്. പാരീസിൽ അവസാന പോരിന് തയ്യാറെടുക്കുകയാണ്. തിരിഞ്ഞുനോക്കുമ്പോൾ അഭിമാനവും മുന്നോട്ട് പ്രതീക്ഷയുമാണ് തോന്നുന്നത്. കുടുംബത്തിനും സഹതാരങ്ങൾക്കും പരിശീലകർക്കും ആരാധകർക്കും നന്ദി. ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. പുതിയത് ആരംഭിക്കുകയായി. 18 വർഷം നീണ്ട ഐതിഹാസിക കരിയറിനൊടുവിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചുള്ള PR ശ്രീജേഷിന്റെ വൈകാരിക കുറിപ്പ്. ഒളിമ്പിക് ഹോക്കിയിൽ ഒരു മെഡലിനായുള്ള ഇന്ത്യയുടെ 4 പതിറ്റാണ്ട് കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടോക്കിയോയിൽ വെങ്കലം നേടുന്ന ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സോടെ ഗ്ലൗസ് അഴിച്ചുവെക്കും. എറണാകുളം കുന്നത്തുനാട് സ്വദേശിയായ ശ്രീജേഷ് 2006 സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ആദ്യമായി ഇന്ത്യൻ ഗോൾ വല കാത്തത്. പിന്നീട് ഇങ്ങോട്ട് 18 വർഷത്തിനിടെ 328 മത്സരങ്ങൾ, ഒളിമ്പിക് വെങ്കലവും 2 ഏഷ്യൻ ഗെയിംസ് സ്വർണവും ഉൾപ്പെടെ രാജ്യത്തിന്റെ 16 മെഡൽ നേട്ടങ്ങളിൽ ശ്രീജേഷുമുണ്ടായിരുന്നു. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ചതും ഈ മലയാളി ഗോൾ കീപ്പർ. 2021 പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്നയും 2017 പത്മശ്രീയും 2015 അർജുന അവാർഡ് നൽകി ശ്രീജേഷിനെ രാജ്യം ആദരിച്ചു. അടുത്തിടെ 24 തന്റെ ഏറ്റവും വലിയ സ്വപ്നം ശ്രീജേഷ് പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് വെച്ചിട്ടും അതിനേക്കാളും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വർഷത്തിന്റെ ടീമിനൊരു മുതൽക്കൂട്ടാണ്, ഒരു അഡ്വാൻറ്റേജ് ആണത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എന്നൊരു കാര്യം. അതെ, സ്വർണം നേടി തന്നെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ശ്രീജേഷ് കരിയർ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശംസിക്കാം. സ്പോർട്സ് ഡെസ്ക് 24. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.